نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب صدق الله العظيم. സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായിട്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇംറാനിൽ 18-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു സ്വയം സാക്ഷ്യം വഹിക്കുന്നുണ്ട് താനല്ലാതെ ഒരു ഇലാഹുമില്ല എന്നുള്ളത്. വൽ മലായികത്തു, അള്ളാഹുവിൻ്റെ മലക്കുകളും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. വ ഉലുൽ ഇൽമ, വിവരമുള്ള ആളുകളുണ്ട്. ഖായിമൻ ബിൽ ഖിസ്തി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളായിട്ട്. ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹക്കീം, അവനല്ലാതെ അസീസും ഹക്കീമുമായ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹു ഇല്ല എന്ന്. പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത് അള്ളാഹു സ്വയം സാക്ഷ്യം വഹിക്കുന്നതോടുകൂടി മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നതോടുകൂടി ഉലുൽ ഇൽമ, വിവരമുള്ള ആളുകളും അള്ളാഹു ഏകനാണ് എന്നുള്ള കാര്യത്തിൽ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. വിവരമുണ്ടാവുക എന്നുള്ളത് അത് മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യം. ഉലുൽ ഇൽമിൻ്റെ ആളുകൾ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയുക പണ്ഡിതന്മാരെന്നോ വിവരമുള്ളവരെന്നൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി പറയാൻ വേണ്ടി. ഇൽമിന് ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊരു ശാസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്കതിന് വിശദീകരണമായിട്ട് പറയാം. ഇൽമുൽ കലാം അല്ലെങ്കിൽ ഇൽമുൽ ഖീമിയ എന്നൊക്കെ പറഞ്ഞ രസതന്ത്രത്തിൽ ഉള്ള പണ്ഡിതൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരായ ആളുകൾ, വിവരമുള്ള ആളുകൾ എന്ന് എല്ലാ ശാസ്ത്രീയ ശാഖകളെക്കുറിച്ചും അങ്ങനെ ഇൽമുള്ള ആളുകൾ ആലിം എന്ന് വിവക്ഷിക്കാറുണ്ട്. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇൽമുള്ള ആളുകളാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതോടൊപ്പം തങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളെ സത്യത്തിലേക്ക് നയിക്കാനും സത്യത്തിൻ്റെ വാഹകരായി നിലകൊള്ളാനും
ആത്യന്തികമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വിവരമുള്ള ആളുകൾ, പണ്ഡിതന്മാരെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് വറസത്തുൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് വറസത്തുൽ അംബിയ, പ്രവാചകന്മാരുടെ അനന്തരമെടുത്ത ആളുകൾ. അവര് ദിർഹമോ ദീനാറോ അനന്തരമെടുക്കുന്ന ആളുകളല്ല, മറിച്ച് വിജ്ഞാനത്തെ അനന്തരമെടുത്ത ആളുകളാണ്. കാരണം വിജ്ഞാനത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ ആളുകളാണ്. അതിലേറ്റവും ഉന്നതമായിട്ട് നമ്മൾ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അവരിൽ നിന്ന് ഇൽമിനെ കടമെടുത്ത അല്ലെങ്കിൽ അനന്തരമെടുത്ത ആളുകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രവാചകന്മാരുടെ ഒരു ദൗത്യത്തിന്റെ പിന്തുടർച്ചാവകാശക്കാർ എന്നുള്ള നിലയിൽ ഈ സമൂഹത്തെ മാന്യമായിട്ട് നയിച്ചു കൊണ്ടുപോകാനുള്ള ബാധ്യത കൂടി അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വ ഖായിമൻ യഹ്ദുറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമസ്കരിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ കാംക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിൽ സമമാവുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു എല്ലാ വിജ്ഞാന ശാഖകളും മനുഷ്യ സമൂഹങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സഹജബോധം നൽകിയിട്ടുണ്ട് അള്ളാഹ് എന്നുള്ളതാണ്. ആ സഹജബോധത്തിൽ നിന്ന് മനുഷ്യന് പ്രത്യേകമായിട്ട് നൽകിയതാണ് ഇൽമ, കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വകതിരിവും എന്ന് പറയുന്നത്. ഇപ്പൊ ഏത് വിഷയത്തിലും ആലിമാവുക എന്നുള്ളത്, അത് ഭൗതിക വിജ്ഞാനത്തിലായാലും ശാസ്ത്രീയമായ വിജ്ഞാനങ്ങളിലായാലും തന്നെ, അത് ദീനിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ യുദ്ധം കഴിഞ്ഞ് വരുന്ന ആളുകളോട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് ഇവിടെ വിജ്ഞാനം നേടിയെടുക്കാൻ വേണ്ടി ഒഴിഞ്ഞിരുന്നുകൂടാ? എന്നിട്ട് മനുഷ്യന്മാർക്ക് സത്യത്തിന്റെ മാർഗം ഏതാണ് എന്നും തിന്മയുടെ മാർഗം ഏതാണ് എന്നും വേർതിരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒഴിഞ്ഞിരുന്നു കൂടാ? എല്ലാവരും യുദ്ധത്തിന് പോവാതെ കുറച്ചാളുകൾക്ക് അതിനു വേണ്ടി ഒഴിഞ്ഞിരുന്നു കൂടെ എന്ന് ചോദിച്ചതും പരിശുദ്ധ ഖുർആനാണ്. അപ്പൊ എല്ലാത്തരം വിജ്ഞാനങ്ങൾക്കും സ്വാഭാവികമായിട്ടും താല്പര്യം കാണിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം അത് നമ്മുടേതല്ല എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അപ്പോൾ മുസ്ലിം സമൂഹത്തിന് അത് അന്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത് വേറെ ആരെങ്കിലുമൊക്കെ ചെയ്തോളും, അത് മറ്റേ ചില ആളുകളുടെ മാർഗമാണ് അത് എന്ന് പറഞ്ഞാൽ അതൊരു വിഭാഗത്തിന് വേണ്ടി മാറ്റിക്കൊടുക്കുന്ന ആളുകൾ. അതല്ലെങ്കിൽ അതിൽ ഏർപ്പെടുന്ന ആളുകളെ അവരെന്തോ അപരാധം ചെയ്തു എന്നുള്ള രൂപത്തിൽ കാണുന്ന ആളുകൾ ഉണ്ടാവാം. ചിലപ്പോൾ അതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഈ കെട്ട കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടേതായ ഇഖ്ലാസും ഈമാനും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, സ്വർഗത്തിൻ്റെ അവകാശികളായാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്, ഉണ്ടാവാം സ്വാഭാവികമായിട്ട്. പക്ഷേ നമ്മൾ ചില ബന്ധങ്ങൾ ആളുകൾ തമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വിജ്ഞാനമുള്ള ആളുകൾ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത്? റബ്ബുമായിട്ട് ബന്ധം ഉണ്ടാവണം, അതോടൊപ്പം സഹജീവികളുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവണം, മൂന്നാമതായിട്ട് നമ്മുടെ നിലനിൽക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയോടുള്ള ഒരു ബന്ധം ഉണ്ടാവണം, അള്ളാഹുവിനോടുള്ള ബന്ധം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ വിജയവും പരാജയവും അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വെറും റുക്കോയും സുജൂദും ഒക്കെ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ എത്താമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവർ സ്വർഗത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരുടെ പ്രവർത്തനങ്ങൾ അതിന് അവിടെ പ്രതിഫലം നൽകപ്പെടുകയും അതുവഴി
സ്വർഗപ്രവേശനം അവൻ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത്. അതോടൊപ്പം അള്ളാഹുവിനോടുള്ള ബന്ധം സുദൃഢമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള മനുഷ്യ സമൂഹത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൃഢതയുമില്ല, ഒരു മാന്യതയും ഇല്ലാതെ പോകുന്ന ആളുകളും ഉണ്ട്. അള്ളാഹുവുമായിട്ട് അള്ളാഹുവിന് കൊടുക്കേണ്ട കൊടുക്കൽ വാങ്ങലുകൾ, അള്ളാഹുവിന് കൊടുക്കേണ്ട സംഗതികളൊക്കെ നേരത്തെ നമസ്കരിച്ച് ദിക്റുകളും സലാത്തും ചൊല്ലി ആരാധനാ കർമ്മങ്ങളൊക്കെ മുഴുകിപ്പോകുന്ന ആളുകൾ പക്ഷേ മനുഷ്യ സമൂഹത്തോട് ഇടപഴകുമ്പോൾ ഈ പറയുന്ന മാന്യതകളൊന്നും പാലിക്കാത്ത ആളുകൾ സാധാരണ വർത്തമാനത്തിൽ നമ്മൾ പറയുന്ന ചില സംഗതികളാണ്. അതിലൊരു സൂക്ഷ്മതയും പാലിക്കാത്ത ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്, പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഈ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പലർക്കായിട്ട് പങ്കുവെക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം, നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് മറ്റൊരാളുകൾ വന്ന് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ, നമ്മുടെ നന്മകളൊക്കെ പങ്കുവെച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അവസാനം എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് മറ്റുള്ളവരുടെ പാപഭാരങ്ങൾ കൂടി നമ്മൾ പേറേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു പരിണിതിയും അതിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു സഹജീവി ബന്ധം എന്ന് പറയുന്ന ഒന്നുണ്ട്. ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചുള്ള ബോധം, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുള്ള ഒരു ബോധം, തന്നെ പോലെ തൻ്റെ സഹോദരനും വളരണമെന്നും അല്ലെങ്കിൽ അവരും ഇവിടെ ജീവിക്കണമെന്നും ഒക്കെയുള്ള ബോധമുണ്ടാകുന്ന ആളുകൾ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ്. ആ നന്മയുടെ പക്ഷത്തു നിന്നുള്ള ബന്ധങ്ങൾ നന്നാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം അവർ സമൂഹത്തെ പരിഗണിക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾ നേതൃത്വത്തിലേക്കോ ഉന്നതിയിലേക്കോ വരുമ്പോൾ അവർ പരിഗണിക്കപ്പെടുന്നത് തങ്ങളേതായാലും യജമാനന്മാരല്ല, തങ്ങളാൽ ഭരിക്കപ്പെടേണ്ട ഒരു സമൂഹം ഇവിടെയില്ല, ഗർവിൻ്റെ ആളുകളായിട്ട് ലോകത്ത് നിലനിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ എന്നുള്ളൊരു ബോധം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അതാണ് ഖുർആൻ പറഞ്ഞു, വൈദാ തവല്ല സആഫിൽ അർദിൽ യുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. തൊട്ട് മുമ്പ് തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ്, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോകത്തിന്റെ ഭവനം എന്നുള്ളത് നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ്, ഭൂമിയിൽ ഇങ്ങനെ ഗർവ് കാണിച്ച് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതല്ല എന്ന്. വലാ ഫസാദൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളല്ല, വല്ല ആഖിബത്തുൽ മുത്തഖീൻ, പരിണിതി മുത്തഖീങ്ങളായ ആളുകൾക്കാണ് നല്ല പരിണിതി ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ആധിപത്യം നടിച്ച അല്ലെങ്കിൽ ഒലുവുണ്ടാക്കിയ ആളുകളുടെ ഉദാഹരണങ്ങൾ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പേരെടുത്ത് പറഞ്ഞത് ഫിറഔന്റെ പേര് നമുക്കറിയാം, ആലാഫിൽ, ഇന്ന ഫിറഔന ആലാഫിൽ അർദി എന്നാണ് പറഞ്ഞത്. ഭൂമിയിൽ ഔന്നിത്യം നടിച്ചു, ഞാൻ വലിയവനാണ് എന്ന് പറഞ്ഞു. അന റബ്ബുക്കുമൽ ആല, ഞാൻ വലിയ പടച്ചവനാണ് എന്നൊക്കെ ഫിറഔൻ പറഞ്ഞത് എന്നറിയാം. അതിൻ്റെ അപ്പുറത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ കൂടി പഠിക്കുമ്പോൾ നമ്രൂദിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഒരു സമൂഹത്തെ അടിച്ചമർത്തിയിരുന്നത് എന്നൊക്കെ ചരിത്രത്തിലൂടെയും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ അവർ അധികാരത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈദാ തവല്ല സആഫിൽ അർദിൽ യുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ല, അവർ ഭൂമിയിലൊക്കെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെയും കൃഷികളെയും ഒക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളത്. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഒരിക്കലും അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. വെറും ഇബാദത്ത് കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ, മലക്കുകൾ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ട് മനുഷ്യരെ സൃഷ്ടിക്കുന്ന സമയത്ത് എന്തിനാ ഇങ്ങനൊരു വർഗത്തെ അള്ളാഹുവെ സൃഷ്ടിക്കുന്നത്, നമ്മൾ ഒരുപാട് കേട്ടതാണ്. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, ഞങ്ങൾ നിന്നെ പ്രകീർത്തിക്കുന്നുണ്ട്, നിന്റെ മഹത്വങ്ങൾ വാഴ്ത്തിപ്പാടുന്നുണ്ട്, നിനക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു സൃഷ്ടിപ്പിനെ അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടിയെ ഈ ഭൂലോകത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്നത് എന്തിന് എന്നുള്ളൊരു ചോദ്യം അവർ
അവിടെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഉദ്ദേശം ആണ് അള്ളാഹു ഈ മനുഷ്യ സൃഷ്ടിപ്പിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖലീഫ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് മനുഷ്യന്മാർ എത്തിയിട്ടുള്ളത് എന്നുള്ളത്. ആ ഖലീഫ എന്നുള്ള പദവി മലക്കുകളേക്കുള്ള ഒരുപടി മുമ്പിലാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയില്ല യാസൂന മാമറും, അള്ളാഹ് എന്താ കൽപ്പിച്ചത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പ്രവർത്തിക്കാത്ത ആളുകളാണ് അവരെന്നും. അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യന് കൊടുത്തത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഗതി കൂടി മനുഷ്യന് കൊടുത്തു. ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുത്തു. അതോടൊപ്പം സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു ഗുണം മനുഷ്യ ബുദ്ധിക്ക് നൽകുകയും അവനനുസൃതമായ നിയമങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ആ നിയമങ്ങളുടെ ചിന്തയുടെ പിന്നാലെ പോവാനും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഇവിടെ മുമ്പിൽ വെച്ചിട്ട് ഇതാണ് സത്യത്തിൻ്റെ ദീനെന്ന് അവർ പഠിപ്പിച്ചു കൊടുക്കുകയും അത് സത്യമായി കണ്ടെത്തി തിരഞ്ഞെടുക്കാനുള്ള ശക്തിയും തിരിച്ചറിയാനുള്ള ബുദ്ധിയും തൻ്റെ ഇടവുമൊക്കെ മനുഷ്യ സമൂഹത്തിന് നമ്മൾ കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ഒരു പടി മുമ്പിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരെ നയിക്കാനുള്ള, അവരുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഭൂമിയിൽ നിലനിൽക്കാൻ ആവശ്യമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനൊക്കെ ഉള്ള ബുദ്ധി സാമർഥ്യം ഒക്കെ ഏറിയും കുറഞ്ഞും കൊണ്ട് മനുഷ്യന്മാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചില ആളുകൾ, ഏറെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിലേക്കോ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലേക്കോ വരും. അങ്ങനെ വരുമ്പോൾ അവർ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. ആരെയായിരിക്കണം നമ്മളങ്ങനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്ന്. തന്നിഷ്ടപ്രകാരം ഭരണം നടത്തുന്ന ആളുകളാണോ? നമ്മുടെ നാട്ടിൽ ഒരു ജനാധിപത്യ രൂപം നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ നിവസിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ നീതി നടപ്പാക്കാൻ ആവശ്യമായ സ്വീകരിക്കപ്പെടാവുന്ന ഒരു മാർഗം എന്നുള്ള നിലയിൽ എല്ലാവർക്കും അംഗീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ് അത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള, നിയമനിർമ്മാണം നടത്താനുള്ള ഒരു അവകാശത്തെക്കുറിച്ചല്ല പറയുന്നത്. അള്ളാഹുവാണ് നിയമദാതാവ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ഭൂമിയിൽ നടപ്പിൽ വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടു നടത്താൻ കഴിയുന്ന, അതിന് തൻ്റെ ഇടമുള്ള ഇൽമുള്ള, അവിടെയാണ് ഉരുൽ ഇൽമ് എന്ന് പറയുന്ന വിഭാഗത്തിന് ഒന്നുകൂടി ടെസ്റ്റ് കൊടുത്ത് ഒന്നുകൂടി പ്രസക്തിയേറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ സംഗതിയെ അവഗണിക്കുന്ന ആളുകളായിട്ട് സമൂഹം മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയായി നമ്മൾ കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അഹ്മദൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ല തുൻകവന്ന ഉറൽ ഇസ്ലാമി ഉർവത്തൻ ഉർവത്ത, ഇസ്ലാം ഇങ്ങനെ പിരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു പാശത്തെ പോലെ അല്ലെങ്കിൽ ഒരു കയറിനെ പോലെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മൾ കട്ടിയുള്ള കയറുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പിരികളൊക്കെ നല്ല കട്ടിയുണ്ടാവും. അതൊക്കെ നല്ല പിരിച്ചു വെച്ച കയറുകൾ പോലെ. അപ്പോൾ കുല്ലമാൻ കവത്ത് ഉർവത്തൻ തശബ്ബഹത് ബില്ലത്തി തലീഹ, ചിലപ്പോൾ അതിൻ്റെ പിരികൾ ഇങ്ങനെ അഴിഞ്ഞു പോകും. അപ്പോൾ ഒന്നോ രണ്ടോ പിരികൾ അഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓക്കെ ഒരു പിരി അഴിഞ്ഞു, സാരല്ല അടുത്ത പിരി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ പിരിയിൽ നിന്ന് ആദ്യം അഴിഞ്ഞു പോകുന്നത് ഹുക്കുമാണ്, അതായത് ഭരണമാണ്. അവസാനം അഴിഞ്ഞു പോകുന്നത് നമസ്കാരമാണ്. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു കലിമത്ത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ സജ്ജമായ ഒരു സമൂഹം. എല്ലാ പ്രവാചകന്മാരും അത് പഠിപ്പിച്ചു. എല്ലാ പ്രവാചകന്മാരുടെയും ഒരുപക്ഷെ പ്രബോധന രീതികൾ വ്യത്യാസമുണ്ടായിരിക്കാം. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു കലിമത്ത് തൗഹീദിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആധിപത്യം ലഭിക്കും, നിങ്ങളായിരിക്കും ഭൂമിയിൽ ഉന്നതർ എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷെ എന്തുകൊണ്ടോ
നമ്മുടെ സമൂഹം വേണ്ടത്ര അതിന് ആധികാരികത നൽകാത്തത് കൊണ്ടോ, വേണ്ടത്ര ആ വിഷയത്തിൽ ശുഷ്കാന്തി കാണിക്കാത്തത് കൊണ്ടോ അത് പിരിഞ്ഞ് അഴിഞ്ഞു പോയി എന്നുള്ളത്. നൂറ്റാണ്ടുകളോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു വിധിയാണ് എന്നൊരു സമൂഹം ധരിച്ചിരുന്നില്ല എന്നുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചിന്താധാരകൾ കടന്നു കൂടുകയോ കടന്നു കൂട്ടപ്പെടുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാരുടെ ചിന്താരീതിയിലൊക്കെ വ്യത്യാസങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഏറ്റവും ഉന്നതമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ യൂറോപ്പിലെ ആളുകളാണ് ഏറ്റവും സാംസ്കാരികമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ആ സംസ്കാരത്തെ നമ്മൾ മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു പറ്റം ആളുകൾ അതിൻ്റെ പിന്നാലെ പോവുകയും നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സംഹിതയെ അത് അതിൻ്റെ പിന്നിൽ നിൽക്കേണ്ട സംഗതിയാണെന്നോ, അല്ലെങ്കിൽ ആ വിശ്വാസ സംഹിത മുന്നോട്ട് വെക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അപമാനമാണെന്ന് വരെ വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരയബ് ആയ, അല്ലെങ്കിൽ നമുക്ക് വഷർത്തളം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് പോലും മനുഷ്യ സമൂഹത്തിൻ്റെ ബുദ്ധിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഒട്ടും ശുഭകരമല്ലാത്ത ഒരു സംഗതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ ചിലർ പോലും അതിനനുസൃതമായ വിധികൾ പറയുന്ന, തഫ്സീറുകൾ പറയുന്ന അവസ്ഥയിലേക്ക് കാലങ്ങൾ മാറിപ്പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടി ഫത്വകൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയും, അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയുന്നത് അതാണ് എന്നുള്ള രൂപത്തിലൊക്കെ മനുഷ്യ സമൂഹത്തോട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പം മതത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇസ്ലാം പറയുമ്പോൾ മതത്തിൻ്റെ പേരിൽ വർഗീയവാദികളൊക്കെ ആക്കിയിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ പേരിൽ സത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളാവാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ചരിത്രം ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഈ ആശങ്കകൾ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. എവിടെയും അതിനപ്പുറത്തേക്കുള്ള ആധിപത്യം തെളിച്ചാൻ ശ്രമിക്കുന്ന, അപ്പോൾ ഫലസ്തീൻ്റെ അവസ്ഥയിൽ ഗസ എന്ന് പറയുന്നൊരു സാധനത്തെ കീറി മുറിക്കും, അവിടെ ഒരു പാശ്ചാത്യ സംസ്കാരത്തെ കൊണ്ടുവന്ന് വെക്കും, അവരതിൻ്റെ മേൽനോട്ടം വഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അസ്വസ്ഥതകൾ ലോകത്തുണ്ടാക്കുന്ന ഒരവസ്ഥ ആണ് നടന്നു വരുന്നത്. ലോകത്ത് മാറ്റങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ മാറ്റങ്ങൾ വരാം. പല രൂപങ്ങളിൽ വരാം മാറ്റങ്ങൾ. ലോകം മാറിക്കൊണ്ടിരിക്കാം, നിലവിലുള്ള അവസ്ഥയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാം. അതൊരു പക്ഷേ മനുഷ്യന്മാർ അസ്വസ്ഥമായിക്കൊണ്ട്, അങ്ങേയറ്റം അസ്വസ്ഥമായ ഒരു ജനകീയ വിപ്ലവത്തിലൂടെയായിരിക്കും അത് മാറ്റപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മനുഷ്യന്മാർ അനുഭവിക്കാവുന്ന പ്രയാസങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട്, എല്ലാതരം ദുരിതങ്ങളും അനുഭവിച്ച് അതിലൂടെ വരുന്ന ഒരു ജനകീയ വിപ്ലവം, അതിലൂടെ ഒരു പക്ഷേ ഭരണാധികാരികൾ അല്ലെങ്കിൽ അധികാരി വർഗങ്ങളൊക്കെ മാറ്റപ്പെടാം. അതുമല്ലെങ്കിൽ മറ്റൊരു രാജ്യങ്ങൾ അവരുടെ മേൽ ആധിപത്യം ചെലുത്തിക്കൊണ്ട് മാറ്റപ്പെടുന്ന യുദ്ധസമാനമായ സംഗതികളൊക്കെ ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരാം. പക്ഷെ അതിലൊക്കെ ഏറ്റവും നല്ലതായ രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു മാറ്റമുണ്ട് നമ്മുടെ മുമ്പിൽ. നമുക്ക് മാറ്റാൻ കഴിയുന്ന, നമ്മൾ പരിശ്രമിച്ചാൽ എത്തിപ്പിടിക്കാൻ കഴിയുന്ന, നമ്മുടെ സമൂഹത്തെ മാന്യമായ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, ഒരാൾക്കും ഒരു പരിക്കില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകാൻ, മാറ്റാൻ പറ്റുന്ന ഒരു സംഗതി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരു ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു രീതിയുണ്ട്. ഒരു ഏകാധിപത്യ സ്വഭാവമില്ലാത്ത, അല്ലെങ്കിൽ ഇന്ന ആളുകൾ മാത്രമേ ഭരണത്തിൽ വരാവൂ എന്ന് നിർബന്ധമില്ലാത്ത, ആരെയും നമുക്ക് ഇഷ്ടം പോലെ പ്രഗത്ഭരായവരാരാണോ അവരെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രഗത്ഭരിൽ പെടുന്ന ആളുകൾ, വിവരമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏതോ ഒരു പ്രത്യയശാസ്ത്രത്തിന് അടിമപ്പെട്ട് മനുഷ്യ സമൂഹത്തെ മുഴുവൻ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസ സംഹിതയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന സംഗതികളാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെ സദാചാരം എന്ന് പറയുന്ന സംഗതികളുണ്ടോ ആ സംഗതികളെ മുഴുവൻ തൂത്തെറിയാൻ പറ്റുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളെ കൊണ്ടുവരിക. സദാചാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് എല്ലാ നിലയിലും മാറ്റപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ
അപകർഷതാബോധം ഉണ്ടാക്കുന്ന സംഗതികളാണ് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞ പോലെ എല്ലാ പിരിയും കഴിഞ്ഞ് അവസാനത്തെ പിരി കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു സംഗതിയല്ല അത് എന്നുള്ളത്. ഒരു പിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മുറുക്കി കെട്ടുക എന്നുള്ളൊരു ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് പറയേണ്ട സംഗതിയാണ്. നമ്മൾ SIRന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പ് കഴിഞ്ഞ ഒരു ഇലക്ഷനിൽ നമ്മുടെ നാട്ടിലെ വാർത്തകൾ നമ്മൾ കണ്ടു. ഒരു സമൂഹത്തെ എങ്ങനെയാണ് അതിൽ നിന്ന് അവർ ഒഴിവാക്കി നിർത്തിയത്. അത്തരം ഒഴിവാക്കി നിർത്തിയതിൻ്റെ എണ്ണവും അവരുടെ വിജയത്തിൻ്റെ ആനുപാതികവും കൂടി നോക്കുമ്പോൾ എന്തുകൊണ്ട് ഈ സമൂഹം അധികാരത്തിലേക്ക് വന്നു, അതൊരു സമൂഹത്തെ അവിടെ നിന്ന് എടുത്തു മാറ്റി ഒഴിവാക്കിക്കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ നടന്നൊരു വർത്തമാനമാണത്. ഇനിയും നമ്മളിലേക്ക് പ്രബുദ്ധരായ ആളുകൾ എന്ന് വിശ്വസിക്കുന്ന നമ്മളിലേക്കാണ് ആശങ്കകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സാധനത്തെ കടന്നു വരുന്നത്. അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ പ്രബുദ്ധരാണ്, നമ്മൾ വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്കിടയിലും ഒരുപാട് സംശയങ്ങൾ, അല്ലെങ്കിൽ ആ സംശയങ്ങളെ അധികരിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഗതികൾ, പ്രചരണങ്ങൾ, അത് വോയിസ് മെസ്സേജുകളായിട്ടും ഒക്കെ ഇങ്ങനെ ആളുകൾക്കിടയിൽ ആശങ്കകൾ ഉണ്ടാകുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും അതിൻ്റെ പിന്നാലെ മനുഷ്യന്മാർ ബേജാറ് പിടിച്ചുകൊള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചാൽ ഒരു സമൂഹത്തെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ കഴിയുമെന്ന് കുറേശ്ശെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, ആ നിലനിൽപ്പിനെ ഏതെങ്കിലും രൂപത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികവും മറ്റാരോ ചെയ്യേണ്ട സംഗതികളാണ്. നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റുകളിൽ ചേർക്കേണ്ടത് മറ്റാരോ പാർട്ടിക്കാർ ചെയ്യേണ്ടതാണ് എന്ന ലാഘവത്തോടെ മാറി നിൽക്കുന്ന ആളുകളും SIR എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസി സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഉണർത്താനുള്ളത്. അത് മറ്റാരെങ്കിലും ചെയ്തോളും എന്നുള്ള രൂപത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മറ്റാർക്കും നമ്മുടെ വിഷയത്തിൽ മറ്റ് ആശങ്കകളില്ലാതെ നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ളത്. ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ വന്ന് നമ്മുടെ കാര്യങ്ങളോട് ചേർത്ത് നമ്മളെ ഇവിടുത്തെ ഈ നാട്ടിലെ പൗരന്മാരായിട്ട് ഇവിടെ നിലനിർത്തണമെന്ന് അവർക്ക് ആഗ്രഹമില്ല എന്നതോടൊപ്പം നിലനിൽക്കേണ്ടത് നമ്മളാണ് എന്നത്. അപ്പോൾ ഒരു സൂക്ഷ്മത തഖ്വ എന്ന് പറയുന്നത് വെറും ഇബാദത്ത് കാര്യങ്ങളിൽ കാണിക്കുന്ന സൂക്ഷ്മത മാത്രമല്ല, സാമൂഹ്യ കാര്യങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ, നമ്മൾ നിലനിൽക്കേണ്ട കാര്യങ്ങളിൽ തഖ്വയുടെ മാർഗം നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ, അത് എത്ര തന്നെ സംശയങ്ങൾ ആളുകൾക്കുണ്ടായിരുന്നു, അഥവാ ആരെങ്കിലും അതിനെ നിസ്സാരമാക്കി തള്ളിക്കളയുന്നുണ്ടെങ്കിൽ ആ നിസ്സാരതയെ ഒഴിവാക്കി എത്രത്തോളം പ്രാധാന്യമാണ് ഈ വിഷയം എന്നുള്ളതിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല കൂടി നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഉലുൽ ഇൽമുകളായ ആളുകൾക്ക് അവരുടെ റോളുകൾ നിർവഹിക്കപ്പെടാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാത്തിനെ കുറിച്ചും ഒരു അവബോധം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും അല്ലാഹ് അങ്ങനെ ഒരു ബോധം നൽകിയിട്ടുണ്ട്. മനുഷ്യന് കുറച്ചുകൂടി കൂടിയ രൂപത്തിൽ തന്നിട്ടുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഈ അവബോധമുള്ള ആളുകളാവുക എന്നുള്ളത്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് മറ്റു പലതുമായിരിക്കും. ഇത് ചരിത്രത്തിലൂടെ നമ്മൾ കണ്ടതാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് ലോകത്തുള്ള എല്ലാ ജൂതന്മാരെയും കൂടി കൊണ്ടുവന്ന് കുടിയിരുത്തിയിട്ട്, എന്നിട്ട് അവിടുത്തെ നാട്ടുകാരായ ആളുകൾ അവരെ പതുക്കെ അവിടെ നിന്ന് തുടച്ചു നീക്കിയിട്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും എന്നിട്ടും അവർക്ക് അനുവദിച്ചു കൊടുത്ത സ്ഥലത്തെ പിടിച്ചടക്കുകയും അതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതി നമ്മൾ ചരിത്രത്തിൽ കണ്ടു. അതിനേക്കാൾ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങിപ്പോകും, അല്ലെങ്കിൽ നമ്മുടെ സമുദായം നീങ്ങിപ്പോകും എന്നുള്ളൊരു ബോധം ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ ബോധം ഉണ്ടാവുമ്പോഴേ എന്താണ് നമ്മുടെ ദൗത്യം, എങ്ങനെയാണ് നമ്മളിവിടെ നിലനിൽക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന
ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ തുടച്ചു നീക്കപ്പെടുന്ന ആളുകൾ ആയി നമ്മൾ മാറും. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് സന്തോഷത്തോടു കൂടി ഇവിടെ നിലനിൽക്കും, അല്ലെങ്കിൽ നമ്മളെ ഒന്നും തുടച്ചു നീക്കാൻ സാധ്യമല്ല എന്നൊക്കെ നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ, നമ്മൾ പ്രൗഢിയോട് കൂടി ജീവിക്കുമ്പോൾ നമുക്ക് തോന്നാം, ഒരുപക്ഷെ മറ്റുള്ള നാടുകളിലെ ആളുകൾ വിവരമില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ ആയത് എന്നും ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ വിവരമുണ്ട് എന്ന് പറയുന്ന ആളുകൾ ചെന്നപ്പെട്ടിട്ടുള്ള ആശങ്കകൾ എത്രത്തോളമാണ് എന്നുള്ളത്, ഒരു ചെറിയ ഫോം നമ്മുടെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ പോലും അത് കൈകാര്യം ചെയ്യേണ്ട രൂപം എന്താണ് എന്നുള്ള കാര്യത്തിൽ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ആശങ്ക എത്ര വലുതാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഒരാൾ എല്ലാവർക്കും കൊടുത്ത സമയത്ത് നീട്ടിക്കൊടുക്കാതെ അതൊന്ന് ചുരുക്കിയിട്ട് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു തിട്ടൂരം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അധികാരികൾ പറയുന്നു അങ്ങനെ ഞങ്ങളാർക്കും സമയം കുറക്കാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തലപ്പത്ത് വരുന്നവൻ ആരാണോ, നമ്മളെ ഭരിക്കാൻ വരുന്നവരാരാണോ, അവൻ്റെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ മേൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് അവരിത് നടത്തി കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം ജാഗ്രതായ ഒരു അവസ്ഥ, ഒരു മനസ്സ് എപ്പോഴും നമ്മൾക്കുണ്ടാവണം എന്നുള്ളത്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് പോലെ തന്നെ വിശ്വാസി സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അവരിവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങളെ നമുക്ക് നമ്മുടെ ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള ഒരു അവകാശത്തെ, ആ അവകാശത്തെ നിലനിർത്താൻ ആവശ്യമായ സംഗതികൾ എന്താണ് എന്ന് അത് പഠിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ നമുക്ക് അവഗാഹം നേടേണ്ടതുണ്ട്. ഏത് രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ധാരണയുള്ള വിശ്വാസികളായ, യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ ഹിക്മത്ത് ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.